കൊല ചെയ്യുന്നത്. ഇനി ഞങ്ങൾ എവിടെ പോകണം സാറേ? ഞങ്ങൾ എവിടെ പോയിച്ചാൽ നീതി കേൾക്കണ്ട? ഏത് കോടതി പോകണം? എല്ലാവരും വീട് മൊത്തം ഇവിടെ കിടന്ന് കരിഞ്ഞ് ബാക്കിയുള്ള കൊണ്ടുപോകും. ചികിത്സയ്ക്കായി നൽകിയ പണം വർഷങ്ങൾക്കു ശേഷം വസ്തു ഒഴിപ്പിക്കാൻ ശ്രമം. വീട്ടമ്മയും മക്കളും ആത്മഹത്യാ ഭീഷണിയിൽ. ചികിത്സയ്ക്കായി പണം കടം നൽകിയ വകയിൽ വർഷങ്ങൾക്കു ശേഷം വസ്തുവും വീടും കൈക്കലാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് വീട്ടമ്മയും മക്കളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊറ്റാമം സ്വദേശിയായ പരേതനായ ജെയിംസിന്റെ കുടുംബത്തെ ഒഴിപ്പിക്കാനെത്തിയ തമിഴ്നാട് സ്വദേശിയായ ഫിനാൻസ് ഉടമയും സംഘവും നടത്തിയ നടപടികളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ജെയിംസ് ചികിത്സയിലായിരുന്ന സമയത്ത് അരുമന അണ്ടുകോട് സ്വദേശിയും ഫിനാൻസ് ഉടമയുമായ മോഹൻദാസ് പണം കടം നൽകിയിരുന്നു. ഈ സമയത്ത് ജെയിംസ് തന്റെ വസ്തു നൽകുമെന്ന് സമ്മതിച്ചിരുന്നതായി പറയപ്പെടുന്നു. ജെയിംസിന്റെ അസാന്നിധ്യത്തിൽ വസ്തുവിന്റെ കരം തീർത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മോഹൻദാസ് സ്ഥലത്തിന്റെ പ്രമാണം കൈക്കലാക്കിയതായും ആരോപണമുണ്ട്. 10 വർഷം മുൻപ് ജെയിംസ് മരണപ്പെട്ട ശേഷമാണ് മോഹൻദാസ് കോടതി ഉത്തരവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മോഹൻദാസും സംഘവും ജെയിംസിന്റെ വീട്ടിലെത്തി ഭാര്യ ഫ്ലറാൻസയെയും മക്കളെയും ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മോഹൻദാസും സംഘവും ജെയിംസിന്റെ വീട്ടിലെത്തി ഭാര്യ ഫ്ലറാൻസിനെയും മക്കളെയും ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാറശാല CIയുടെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഒഴിപ്പിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ജെയിംസിന്റെ മകൾ 17 ലക്ഷം രൂപ നൽകാമെന്ന് മോഹൻദാസിനെ അറിയിച്ചെങ്കിലും അദ്ദേഹം ഇതിന് വഴങ്ങിയില്ല. ഈ സാഹചര്യത്തിലാണ് വീട്ടുകാർ വീടിനുള്ളിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംഭവ സമയം 65 വയസ്സുള്ള വീട്ടമ്മയും 3 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ഒഴിഞ്ഞു പോകാൻ സമയം വേണമെന്ന് കുടുംബം അപേക്ഷിച്ചെങ്കിലും അധികൃതർ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. GTV ന്യൂസ്, പാറശാല.